أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ربنا اغفر لي ولوالدي وللمؤمنين يوم يقوم الحساب. صدق الله العظيم. സൂറത്ത് ഇബ്രാഹിമിലെ ആയത്ത് 41. റബ്ബന, ഞങ്ങളുടെ നാഥ, യഗ്ഫിർലി, നീ എനിക്ക് പുറത്തു തരണമേ, വലിവാലിദയ്യ, എൻ്റെ മാതാപിതാക്കൾക്കും, വലിൽ മുഅ്മിനീന, മുഅ്മിനുകൾക്കും, യൗമ, ദിവസം, യഖൂമു, നടക്കുന്ന അല്ലെങ്കിൽ നടപ്പിൽ വരുന്ന, അൽ ഹിസാബ്, വിചാരണ. മുകളിൽ പറഞ്ഞ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയുടെ തുടർച്ച തന്നെയാണ് ഈ പറയുന്നത്. മുകളിൽ അദ്ദേഹത്തിനും അനന്തര തലമുറക്കും വേണ്ടിയാണ് പ്രാർത്ഥന. ഇവിടെ അദ്ദേഹത്തിനും മാതാപിതാക്കൾക്കും മുഴുവൻ മുഅ്മിനുകൾക്കും വേണ്ടിയാണ്. അള്ളാഹുവിനോട് അദ്ദേഹം ആവശ്യപ്പെടുന്നത്, തേടുന്നത് അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണമേ എന്നാണ്. എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട ആളുകളാണ് അംബിയ മുർസലുകൾ. എന്നാൽ അവരുടെ ദിനചര്യയിൽ പെട്ടതാണ് മഗ്ഫിറത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നത്. അത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പ്രത്യേകത. ഞാനൊരു ദിവസം 100 തവണ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞത് കാണാൻ കഴിയും. അവരെന്തോ മഹാപാതകങ്ങൾ ചെയ്തിട്ടല്ല, പകരം സാധ്യമാകുന്നിടത്തോളം അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പോരായ്മകൾ വല്ലതുമുണ്ടെങ്കിൽ നാഥ നീ പൊറുക്കണേ എന്ന മനസ്ഥിതി ആണ് അവരിൽ നിലനിന്നത്. അതുകൊണ്ടാണ് ഇസ്തിഗ്ഫാർ. അത് നമുക്കും ബാധകമാണ്. നമസ്കാരശേഷം അസ്തഗ്ഫിറുല്ലാഹൽ അലീം, നമസ്കാരം എന്തോ ഒരു കുറ്റമായിട്ടല്ല, പകരം പറ്റുന്ന പോലെ സാധ്യമാകുന്ന വിധം സൂക്ഷ്മമായി ശ്രദ്ധയോടുകൂടി നമസ്കരിച്ചിരിക്കുന്നു, പോരായ്മകൾ വല്ലതുമുണ്ടെങ്കിൽ പൊറുക്കണേ എന്ന് പറയാനാണ്. ബാത്റൂമിൽ പോയിട്ട് വരുമ്പോൾ ഗുഫ്രാനക്ക, അതും അങ്ങനെ തന്നെയാണ്. മാലിന്യം നിറഞ്ഞ സ്ഥലത്ത് പോയി വരുമ്പോൾ പറ്റുന്ന വിധമൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിടത്തോളമൊക്കെ ശുദ്ധീകരിച്ചിരിക്കുന്നു. ഇനി അറിയാതെ വല്ലതുമുണ്ടെങ്കിൽ നാഥാ പൊറുക്കണേ എന്നാണ് അവിടുത്തെ ഇസ്തിഗ്ഫാറിൻ്റെ അർത്ഥം. എന്നതുപോലെ നബിമാരുടെ ജീവിതത്തിൽ നിരന്തരം നടന്നിരുന്നൊരു കാര്യമാണ് ഇസ്തിഗ്ഫാർ. പിന്നീട് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാതാവിൻ്റെ കാര്യം പരിശുദ്ധ ഖുർആൻ ഒരു സൂചന പോലും നൽകിയിട്ടില്ല. എന്നാൽ പിതാവിനെക്കുറിച്ച് പലതവണ അല്ലാഹു തആല വ്യക്തമാക്കിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലെ വളരെ കൗതുകകരമായ കാര്യങ്ങളിലൊന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാമും അദ്ദേഹത്തിൻ്റെ പിതാവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. 3 സ്ഥലത്ത് അല്ലെങ്കിൽ 3 പ്രമേയങ്ങൾ ഖുർആനിൽ അതിൽ കാണാം. അതിലൊന്ന് ഇതാണ്: മാതാപിതാക്കൾക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. സൂറത്തു മറിയമിൽ പിതാവ് ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് പറയുന്നത് പരാമർശിക്കുന്നുണ്ട്. ഖാല റാഗിബുൻ അൻത അൻ ആലിഹത്തി യാ ഇബ്രാഹിം ലഇല്ലം തൻതഹി ലഅർജുമന്നക വഹ്ജുർനി മലിയ. നീ ഇത് അവസാനിപ്പിക്കുന്നില്ലേ? നീ എൻ്റെ ദൈവങ്ങളെ വെറുക്കുകയാണോ ഇബ്രാഹിം? നീ ഇത് അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ
ഞാൻ നിന്നെ എറിഞ്ഞു കൊല്ലും, അതുകൊണ്ട് ഇവിടെ നിന്ന് പൊയ്ക്കോ, നീ എന്നെ വിട്ടകന്നു പോ എന്ന് പറയുന്നുണ്ട്. അതിന് ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞ മറുപടി, ഖാല സലാമുൻ അലൈക സഅസ്തഗ്ഫിറു ലക റബ്ബി. താങ്കൾക്ക് സലാം, താങ്കൾക്ക് വേണ്ടി, എന്നെ എറിഞ്ഞു കൊല്ലുമെങ്കിൽ അത് പുറത്തു തരാൻ വേണ്ടി, അല്ലെങ്കിൽ മൊത്തത്തിൽ തന്നെ താങ്കൾക്ക് പുറത്തു തരാൻ വേണ്ടി ഞാൻ അള്ളാഹുവിനോട്, എൻ്റെ റബ്ബിനോട് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞത് കാണാൻ കഴിയും. ആ പ്രാർത്ഥന ഇറാഖിൽ, ആ ഓഫർ കൊടുക്കുന്നത് ഇറാഖിൽ വെച്ചാണ്. എന്നിട്ട് പിന്നീട് മക്കയിൽ വന്ന് കഅബ പടുത്തുയർത്തിയ ശേഷം കഅബയുടെ നാട്ടിനും കഅബയുടെ നാട്ടുകാർക്കും അവരുടെ പിൻതലമുറകൾക്കും ഒക്കെ വേണ്ടി നടത്തുന്ന പ്രാർത്ഥനകളാണല്ലോ ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ വാക്ക് അദ്ദേഹം നിറവേറ്റിയതായിട്ട് ആണ് ഇവിടെ അല്ലാഹു തആല ഇത് പരാമർശിക്കുന്നത്. പക്ഷേ അങ്ങനെ നിറവേറ്റിയ അദ്ദേഹം പിന്നീട് അതിൽ നിന്ന് പിന്തിരിയുന്നതും പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മൂന്നാമത്തേത് അതാണ്. 1 സൂറത്തു മറിയമിലേത്, 2 ഇവിടെ പറഞ്ഞത്, 3 സൂറത്തു തൗബയിൽ അതിൽ നിന്ന് പിന്തിരിയുന്നത് പറയുന്നുണ്ട്. വമാ കാന ഇസ്തിഗ്ഫാറു ഇബ്രാഹിം ലി അബീഹി ഇല്ലാ അൻ മൗഇദത്തിൻ വഅദഹാ ഇയ്യാഹു ഫലമ്മാ തബയ്യന ലഹു അന്നഹു അദുവ്വുൻ ലില്ലാഹി തബറഅ മിൻഹു. സൂറത്തു തൗബയിലെ 114. ഇബ്രാഹിം തൻ്റെ പിതാവിന് വേണ്ടി നടത്തിയ ഇസ്തിഗ്ഫാർ അദ്ദേഹം സ്വന്തമായി നൽകിയ ഒരു വാഗ്ദാനത്തിൻ്റെ പേരിൽ മാത്രമായിരുന്നു. അദ്ദേഹത്തിന് പിതാവ് അള്ളാഹുവിൻ്റെ ശത്രുവാണ് എന്ന് വ്യക്തമായപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം പിന്തിരിഞ്ഞു, അഥവാ പ്രാർത്ഥന പിൻവലിച്ചു. അങ്ങനെ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് 3 സ്ഥലത്ത് പരാമർശിക്കുന്നുണ്ട്. സൂചനകൾ വേറെയുമുണ്ട്. ആലോചിച്ചാൽ കൗതുകം എന്ന് ഞാൻ സൂചിപ്പിക്കാൻ കാരണം, എന്തിനാണ് ഇത് പിൻവലിച്ച പ്രാർത്ഥനയാണ് എങ്കിൽ പിന്നെ എന്തിനാണ് അത് പറയുന്നത്? 3 3 ആവശ്യത്തിനാണിത് പറയുന്നത്. സൂറത്തു മറിയമിൽ അദ്ദേഹവും പിതാവും തമ്മിലുള്ള വഴക്കാണ്. ആ വഴക്കിനെ, പിതാവിൻ്റെ ഭീഷണിയെ എങ്ങനെയാണ് അദ്ദേഹം നേരിട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്. ഖുർആനിൽ അത്തരം മറുപടികൾ വേറെയുമുണ്ട്. ആദം അലൈഹിസ്സലാമിൻ്റെ മകൻ ഹാബീൽ ഹാബീലിനെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ, ലയിൻ ബസത്ത ഇലയ്യ യദക ലിതഖ്തുലനി മാ അന ബിബാസിത്തിൻ യദിയ ലിയഖ്തുലക്. നീ എന്നെ കൊല്ലാൻ കൈ നീട്ടിയാലും ഞാൻ നിന്നെ കൊല്ലാൻ കൈ നീട്ടില്ല. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. ഞാൻ റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്നതുപോലെ ഞങ്ങൾ നിന്നെ എറിഞ്ഞു കൊല്ലുമെന്ന് പറയുമ്പോൾ തിരിച്ചു മറുപടി വളരെ സർഗാത്മകമായിരുന്നു. ആ പാഠം പഠിക്കുവാൻ വേണ്ടിയാണ് പിൻവലിച്ച ഒരു പ്രാർത്ഥന അവിടെ എടുത്തു പറയുന്നത്. അങ്ങനെയാണ് അദ്ദേഹം പ്രതികരിച്ചത്, ഞാൻ താങ്കൾക്ക് പുറത്തു തരാൻ വേണ്ടി എൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുമെന്ന്. അത് കേവലം പിതാവിനെ ഉത്തരം മുട്ടിക്കുന്നതിന്, അല്ലെങ്കിൽ പിതാവിനെ ഒരു ആധുനിക കാലത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു എമ്പതറ്റിക് അപ്രോച്ച് തിരുത്തുന്നതിന് വേണ്ടി മാത്രം പറഞ്ഞതല്ല. ആ വാക്ക് അദ്ദേഹം പാലിക്കുന്നുമുണ്ട്. അതാണ് ഈ ആയത്തിൽ, നമ്മളിവിടെ സൂറത്ത് ഇബ്രാഹിമിലെ ആയത്തിൽ അദ്ദേഹം നിറവേറ്റുന്നത്. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ വാക്ക് നിറവേറ്റിയത് ഇവിടെ അല്ലാഹു തആല എടുത്തു പറയുന്നത്, കഴിഞ്ഞ ദിവസം നമ്മൾ വിവരിച്ചതുപോലെ സവിശേഷമായ ചില ഉദ്ദേശ്യങ്ങളുണ്ട്. അത് ഇബ്രാഹിം അലൈഹിസ്സലാം നിഷേധിയായ തൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു എന്നതുപോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെ രക്ഷ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഉള്ളത്. അങ്ങനെയായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാമും. അദ്ദേഹത്തിൻ്റെ പിതാവ്
അദ്ദേഹത്തിൻ്റെ പിതാവ് മക്കാ മുശ്രിക്കുകൾ ഈ ആയത്തിറങ്ങുന്ന സന്ദർഭത്തിൽ വെച്ചുപുലർത്തുന്ന ചിന്താഗതികളുടെ വക്താവായിരുന്നു. ഇബ്രാഹിം നേരെ തിരിച്ച് തൗഹീദ് റിസാലത്ത് ആഖിറത്ത് അങ്ങനെ ഇസ്ലാമിൻ്റെ വക്താവാണ്. അങ്ങനെ തന്നെയാണല്ലോ മക്കാ മുശ്രിക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിൽ. അതുകൊണ്ട് അവർ രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അങ്ങനെ തന്നെയായിരുന്നു ഇബ്രാഹിമും എന്ന് സൂചന കിട്ടുന്നതിന് വേണ്ടിയാണ് ആ വാക്ക് നിറവേറ്റിയത് ഇവിടെ എടുത്തു പറയുന്നത്. എന്നാൽ പിന്നീട് സൂറത്തുൽ തൗബയിൽ അവിടെ അടുത്ത ബന്ധുക്കൾ തന്നെ എതിരാളികളായി വന്നാലും അവരെ നേരിടണം, അവർക്കെതിരെ യുദ്ധം ചെയ്യേണ്ടി വന്നാലും ഒട്ടും മടി കാണിക്കരുത് എന്നും, അതുപോലെ സ്വന്തം മക്കളെക്കാളും മാതാപിതാക്കളെക്കാളും സമ്പത്തിനേക്കാളുമൊക്കെ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയുമാണ് സ്നേഹിക്കേണ്ടത് എന്നും ഒക്കെ പഠിപ്പിക്കുക. അതുപോലെ സഹാബിമാർ പലരും വന്നിട്ട് ഇങ്ങനെ ആവശ്യപ്പെട്ടിരുന്നൊരു സ്ഥിതിയും ഉണ്ടായിരുന്നു. എൻ്റെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കാൻ പ്രാർത്ഥിക്കണം നബിയെ എന്നൊക്കെ പറയുന്നത്. അവിടെയാണ് ഒരു നബി അങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഭൂഷണമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറയുന്നത്, അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം പിതാവിന് വേണ്ടി നടത്തിയ ഇസ്തിഗ്ഫാർ അദ്ദേഹം കൊടുത്തൊരു വാക്ക് അദ്ദേഹം പാലിച്ചതായിരുന്നു, എന്നാൽ പിന്നീട് ആ പ്രാർത്ഥന പിൻവലിച്ചു എന്ന്. അപ്പോൾ മനസ്സിലാക്കുക എന്താണെന്ന് വെച്ചാൽ, ഇറാഖിൽ നിന്ന് ഓഫർ കൊടുത്തു, മക്കയിൽ വന്നിട്ടും പലതവണ അത് പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നു മാതാപിതാക്കൾക്ക് വേണ്ടി. പക്ഷേ പിന്നീട് അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടായപ്പോൾ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് വ്യക്തത വന്നു കിട്ടിയപ്പോൾ മുശ്രിക്കായ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അദ്ദേഹം പിൻവലിച്ചു. അതിൽ നിന്ന് അദ്ദേഹം മുക്തനായി. ഇവിടെ അതുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കാവുന്ന കാര്യമാണ്, മക്കാ മുശ്രിക്കുകളെ അള്ളാഹു തആല ശിക്ഷിക്കുകയാണെങ്കിൽ പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി വാദിക്കാൻ നിൽക്കുകയില്ല എന്ന ഒരു ധ്വനി ഇവിടെ ആഴത്തിൽ പഠിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടൊക്കെയാണ് ഇവിടെ ഇത് എടുത്തു പറയുന്നത്, എന്നിട്ട് അവിടെ തിരുത്തുന്നതും. ഏതായാലും മൊത്തത്തിൽ പരിശുദ്ധ ഖുർആൻ ആ വിഷയം ഇബ്രാഹിം അലൈഹിസ്സലാം തൻ്റെ പിതാവിന് വേണ്ടി നടത്തിയ പ്രാർത്ഥനയെ മൂന്നിടത്തായിട്ട് 3 ആംഗിളിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഒന്ന്, അടുത്ത ബന്ധുവിൻ്റെ കടുത്ത എതിർപ്പിനെ എങ്ങനെയാണ് നേരിടേണ്ടത്, അതിൽ മാതൃകയായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. 2, ശത്രുവിന് പോലും കൊടുത്ത വാക്ക് പാലിക്കണം എന്ന് ഇവിടെ ഇത് വെച്ച് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുപോലെ അള്ളാഹുവിന് എതിര് നിൽക്കുന്നവനെ അവനെ പുറത്തു കൊടുക്കണമെന്ന് അള്ളാഹുവിനോട് പറയുകയില്ല, അതുകൊണ്ട് അത് പിൻവലിക്കുകയാണ് അദ്ദേഹം ചെയ്തത് എന്നതും വ്യക്തമാക്കുന്നുണ്ട്. വലിൽ മുഅ്മിനീൻ, മുഅ്മിനുകൾക്ക് പുറത്തു കൊടുക്കണമേ, അഥവാ മക്കളുടെയും മാതാപിതാക്കളുടെയും കാര്യം മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായാലും ഇബ്രാഹിം അലൈഹിസ്സലാമായാലും എല്ലാവർക്കും പുറത്തു കൊടുക്കണമേ, എല്ലാ സത്യവിശ്വാസികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം. യൗമ യഖൂമുൽ ഹിസാബ്, ഈ പുറത്തു കൊടുക്കുക എന്ന് പറയുന്നത് പ്രാവർത്തികമാകേണ്ടത് എന്നാണ്? അത് ഹിസാബ് നടപ്പിൽ വരുന്ന ദിവസമാണ്, അഥവാ കണക്കെടുപ്പ്, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ കണക്കെടുപ്പ് മഹ്ശറയിൽ വെച്ച് അത് നടത്തുമ്പോൾ ഇവർക്ക് പുറത്തു കൊടുക്കണമേ, അല്ലെങ്കിൽ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും മുഴുവൻ മുഅ്മിനുകൾക്കും പുറത്തു കൊടുക്കണമേ എന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാം ഏകദൈവ വിശ്വാസി മാത്രമായിരുന്നില്ല, പരലോക വിശ്വാസിയും കൂടിയായിരുന്നു. അതും മക്കാ മുശ്രിക്കുകൾക്ക് ദഹിക്കാത്ത കാര്യമാണ്. എന്നാൽ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന അതാണ്, പരലോകത്ത് പുറത്തു കൊടുക്കണമേ എന്നാണ്. പരലോകം അങ്ങനെയൊന്നും ഇല്ല എന്ന് വാദിക്കുന്നവരായിരുന്നല്ലോ ഖുറൈശികളുടെ മുൻനിര മുശ്രിക്ക് നേതാക്കന്മാർ. ഖാല മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം, ആരാണ് ദ്രവിച്ച എല്ലിനെ വീണ്ടും ജീവിപ്പിക്കുക എന്നൊക്കെ വലിയ ചോദ്യമായിട്ട് അവർ ചോദിച്ചിരുന്നതാണ്. പക്ഷേ അവരുടെ പൂർവികനായ ഇബ്രാഹിം അലൈഹിസ്സലാം അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹം പരലോകത്തിൽ ഉറച്ച് വിശ്വസിക്കുകയും അതിൽ തനിക്കും തന്നോട് ബന്ധപ്പെട്ട എല്ലാവർക്കും പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുകയുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ചെയ്തിരുന്നത് എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഇത് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല
പരലോകത്ത് അള്ളാഹുവിൽ നിന്ന് മാപ്പ് ലഭിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ തലമുറകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദറാ. അല്ലാഹുമ്മ ഇജ്അലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹുസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ. റബ്ബനാ ആതിനാ മാ വഅദ്തനാ അലാ റസൂലിക് ولا تخزنا يوم القيامة إنك لا تخلف الميعاد. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.